വെൽക്കം ടു ഓൾ. +1 ഫിസിക്സ് എക്സാമിനേഷന് സഹായകമാവുന്ന രീതിയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ എക്സർസൈസുകൾ ഉൾപ്പെടുത്തി ഒരു റിവിഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ആദ്യ ഭാഗമായി യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന ചാപ്റ്റർ മുതൽ ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്റർ വരെയുള്ള ഭാഗത്തെ എക്സർസൈസുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് എക്സാമിനേഷന്റെ പ്രിപ്പറേഷന് സഹായകരമാവുമെന്ന് വിശ്വസിക്കുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ദി വെലോസിറ്റി ഓഫ് എൻ ഒബ്ജെക്ട് ഈസ് റിലേറ്റഡ് ടു ടൈം അക്കോർഡിംഗ് ടു ദി ഇക്വേഷൻ v is equal to at plus bt square plus ct cube, where t represents time. Obtain the dimensions of constants a, b and c. വെലോസിറ്റി ടൈമുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. v is equal to at plus bt square plus ct cube. ഇവിടെ a, b, c എന്നിവ കോൺസ്റ്റന്റുകളാണ്. ഈ കോൺസ്റ്റന്റുകളുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക. നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ പഠിച്ചിട്ടുണ്ട്. ഒരു ഇക്വേഷൻ കറക്റ്റ് ആവണമെങ്കിൽ ഡയമെൻഷൻ ഓഫ് LHS ഡയമെൻഷൻ ഓഫ് RHSന് ഈക്വൽ ആവണം. ഈ ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വെലോസിറ്റി ആണ്. അതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ് മൊത്തത്തിലെ വെലോസിറ്റി ആയിരിക്കണം. റൈറ്റ് ഹാൻഡ് സൈഡ് മൊത്തത്തിലെ വെലോസിറ്റി ആവണമെങ്കിൽ ഇവിടെ സം ചെയ്യുന്ന ഓരോന്നും വെലോസിറ്റി ആവണം. എന്ന് പറഞ്ഞാൽ AT എന്ന് പറയുന്നത് ഒരു വെലോസിറ്റി ആവണം, BT സ്ക്വയർ ഒരു വെലോസിറ്റി ആയിരിക്കണം, CT ക്യൂബും ഒരു വെലോസിറ്റി ആയിരിക്കണം. അതുകൊണ്ട് ഡയമെൻഷൻ ഓഫ് AT ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി എന്ന് എഴുതാം, ഡയമെൻഷൻ ഓഫ് BT സ്ക്വയർ ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി എന്ന് എഴുതാം, ഡയമെൻഷൻ ഓഫ് CT ക്യൂബ് ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി എന്ന് എഴുതാം. ഡയമെൻഷൻ ഓഫ് A കണ്ടുപിടിക്കാം, ഡയമെൻഷൻ ഓഫ് V ഡിവൈഡ് ബൈ ഡയമെൻഷൻ ഓഫ് T. ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി LT⁻⁻1 ആണ്, ഡയമെൻഷൻ ഓഫ് ടൈം T ആണ്. ഇത് ചെയ്യുമ്പോൾ LT⁻2 എന്ന് കിട്ടുന്നു. അപ്പോൾ ഡയമെൻഷൻ ഓഫ് A LT⁻2 ആണ്. ഡയമെൻഷൻ ഓഫ് BT സ്ക്വയർ ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി ആണ്. അതുകൊണ്ട് ഡയമെൻഷൻ ഓഫ് B ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് V ഡിവൈഡഡ് ബൈ ഡയമെൻഷൻ ഓഫ് T സ്ക്വയർ എന്ന് എഴുതാം. ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി LT⁻1 എന്ന് എഴുതുന്നു. ഡയമെൻഷൻ ഓഫ് T സ്ക്വയർ ടൈമിൻ്റെ T ആണ്, അപ്പോൾ ക്യാപിറ്റൽ T സ്ക്വയർ എന്ന് എഴുതുന്നു. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഡയമെൻഷൻ ഓഫ് B LT⁻3 എന്ന് കിട്ടുന്നു. ഡയമെൻഷൻ ഓഫ് CT ക്യൂബ് ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി ആണ്. അതുകൊണ്ട് ഡയമെൻഷൻ ഓഫ് C ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി ഡിവൈഡ് ബൈ ഡയമെൻഷൻ ഓഫ് T ക്യൂബ് എന്ന് എഴുതാം. വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT⁻1 എന്ന് എഴുതുന്നു, ഡിവൈഡ് ബൈ ടൈമിന്റെ ക്യൂബ്, അതുകൊണ്ട് T ക്യൂബ് എന്ന് എഴുതുന്നു. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ LT⁻4 എന്ന് കിട്ടുന്നു. ഇപ്പോൾ ഡയമെൻഷൻ ഓഫ് A കിട്ടി, ഡയമെൻഷൻ ഓഫ് B കിട്ടി, ഡയമെൻഷൻ ഓഫ് C കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ: ദി വോളിയം ഓഫ് വാട്ടർ ഫ്ലോയിങ് ഔട്ട് ത്രൂ എ പൈപ്പ് ഇൻ എ ടൈം t is given by v is equal to KA square ut, where A is the area of cross section of the pipe, u is the speed of flow, t is the time and k is a dimensionless constant. Check the correctness of the equation. ഒരു ഇക്വേഷൻ തന്നിരിക്കുന്നു, ആ ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ പഠിച്ചിട്ടുണ്ട്. അത് പ്രകാരം ഒരു ഇക്വേഷൻ കറക്റ്റ് ആവണമെങ്കിൽ ഡയമെൻഷൻ ഓഫ് LHS ഡയമെൻഷൻ ഓഫ് RHSന് ഈക്വൽ ആവണം. നമ്മുടെ ഇക്വേഷൻ v ഈസ് ഈക്വൽ ടു KA സ്ക്വയർ u ഇൻറ്റു T എന്നുള്ളതാണ്. ഡയമെൻഷൻ ഓഫ് LHS എടുക്കുന്നു, ഡയമെൻഷൻ ഓഫ് RHS എടുക്കുന്നു. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കുവാണ്. ഡയമെൻഷൻ ഓഫ് LHS ഡയമെൻഷൻ ഓഫ് v ഈസ് ഈക്വൽ ടു L ക്യൂബ് എന്ന് എഴുതുന്നു. കാരണം വോളിയത്തിന്റെ ഡയമെൻഷൻ L ക്യൂബ് ആണ്. ഇവിടെ V എന്ന് പറയുന്നത് വോളിയം ആണ്. ഡയമെൻഷൻ ഓഫ് RHS ഡയമെൻഷൻ ഓഫ് KA സ്ക്വയർ ഇൻറ്റു UT. ഇവിടെ ഓരോന്നിന്റെ ഡയമെൻഷൻ എടുക്കുന്നു, ഡയമെൻഷൻ ഓഫ് K ഇൻറ്റു ഡയമെൻഷൻ ഓഫ് A സ്ക്വയർ ഇൻറ്റു ഡയമെൻഷൻ ഓഫ് U ഇൻറ്റു ഡയമെൻഷൻ ഓഫ് T. K എന്നുള്ളത് ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് 1 എന്ന് കൊടുക്കുന്നു. ഏരിയ ഡയമെൻഷൻ L സ്ക്വയർ ആണ്, അപ്പോൾ ഏരിയ സ്ക്വയർ L സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം. സ്പീഡിന്റെ ഡയമെൻഷൻ LT⁻1 ആണ്, ടൈമിന്റെ ഡയമെൻഷൻ T ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ L⁵5 എന്ന് കിട്ടുന്നു. ഡയമെൻഷൻ ഓഫ് RHS L⁵5 എന്ന് കിട്ടി. പക്ഷേ ഡയമെൻഷൻ ഓഫ് LHS L ക്യൂബ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് LHS ഈസ് നോട്ട് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് RHS, സോ ദി ഇക്വേഷൻ ഈസ് റോങ്. അടുത്ത ക്വസ്റ്റ്യൻ: എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ഗിവൺ ബൈ H ഈസ് ഈക്വൽ ടു FV സ്ക്വയർ ഡിവൈഡഡ് ബൈ L, where F is the force, V is the velocity and L is the angular momentum. Find the dimension of H. തന്നിരിക്കുന്ന ഇക്വേഷൻ H ഈസ് ഈക്വൽ ടു FV സ്ക്വയർ ഡിവൈഡ് ബൈ L എന്നുള്ളതാണ്. ഇവിടെ H എന്ന ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കുക. തന്നിരിക്കുന്ന ഇക്വേഷൻ പ്രകാരം ഡയമെൻഷൻ ഓഫ് H ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് FV സ്ക്വയർ ഡിവൈഡഡ് ബൈ L എന്ന് കൊടുക്കാം. ഫോഴ്സിൻ്റെത് mLT⁻2, വെലോസിറ്റി LT⁻1. അപ്പോൾ വെലോസിറ്റി സ്ക്വയർ LT⁻1 ദി ഹോൾ സ്ക്വയർ. ഡയമെൻഷൻ ഓഫ് L എന്ന് പറയുന്നത് ആംഗുലർ മൊമെന്റം ആണ്. അതിന്റെ ഡയമെൻഷൻ mL സ്ക്വയർ T⁻1. നമ്മൾ ഓർത്തിരിക്കുക, ഡയമെൻഷൻ ഓഫ് ആംഗുലർ മൊമെന്റം mL സ്ക്വയർ T⁻1. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഡയമെൻഷൻ ഓഫ് H കിട്ടുന്നു LT⁻3. അടുത്ത ക്വസ്റ്റ്യൻ:
A student writes the relativistic mass wrongly as m is equal to m0 by root of 1 minus v square. Using the method of dimensions, put the missing c at proper place. C is equal to 3 into 10 raised to 8 meter per second, the velocity of light. ഒരു കുട്ടി റിലേറ്റിവിസ്റ്റിക് മാസിന്റെ ഇക്വേഷൻ തെറ്റായിട്ട് എഴുതിയിരിക്കുന്നു. അതിങ്ങനെയാണ് m is equal to m0 by root of 1 minus v square. ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ച് ഈ ഇക്വേഷൻ കറക്റ്റ് ആക്കി എഴുതുക. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻ പ്രകാരം ഒരു ഇക്വേഷൻ കറക്റ്റ് ആവണമെങ്കിൽ ഡയമെൻഷൻ ഓഫ് എൽ എച്ച് എസ് ഡയമെൻഷൻ ഓഫ് ആർ എച്ച് എസിന് ഈക്വൽ ആവണം. ഇക്വേഷനിൽ ഡയമെൻഷൻ ഓഫ് എൽ എച്ച് എസ് മാസ് ആണ്, അതുകൊണ്ട് ഡയമെൻഷൻ ഓഫ് ആർ എച്ച് എസും മാസ്സായി പറ്റൂ. ഇവിടെ ലെഫ്റ്റ് സൈഡ് മാസ് ആണ്, അപ്പൊ റൈറ്റ് സൈഡ് മൊത്തത്തിൽ മാസ് ആവണം. അങ്ങനെ റൈറ്റ് സൈഡ് മൊത്തത്തിൽ മാസ് ആകണമെങ്കിൽ ഈ ഡിനോമിനേറ്ററിന്റെ ഡയമെൻഷൻ 1 ആവണം. കാരണം ന്യൂമറേറ്റർ തന്നെ മാസ് കിട്ടുന്നുണ്ട്, അപ്പൊ ഡിനോമിനേറ്ററിന്റെ ഡയമെൻഷൻ 1 ആകണം. അതാണ് ഡയമെൻഷൻ ഓഫ് റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ മസ്റ്റ് ബി 1. ഡയമെൻഷൻ ഓഫ് ഡിനോമിനേറ്റർ 1 ആകണമെങ്കിൽ ഈ വി സ്ക്വയറിന്റെ സ്ഥാനത്തും ഒരു ഡയമെൻഷൻലെസ് വാല്യൂ വേണം. എന്ന് പറഞ്ഞാൽ ഈ വെലോസിറ്റി സ്ക്വയറിന്റെ താഴെ ഡിനോമിനേറ്ററിൽ മറ്റൊരു വെലോസിറ്റി സ്ക്വയർ വരണം. സോ വി സ്ക്വയർ മസ്റ്റ് ബി റീപ്ലേസ്ഡ് ബൈ വി സ്ക്വയർ ബൈ സി സ്ക്വയർ. അപ്പൊ വി സ്ക്വയറിന്റെ സ്ഥാനത്ത് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് കൊടുക്കുന്നു. കറക്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടുന്നു m ഈസ് ഈക്വൽ ടു m0 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് v square by c square. Question number 5, അതിന്റെ A part. Draw the velocity time graph of a body moving with a uniform acceleration a and initial velocity v0. B part, slope of the graph represents dash. C part, area under the graph represents dash. D part, using the graph derive velocity time relation, displacement time relation, displacement velocity relation. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കണ്ട ക്വസ്റ്റ്യൻസിനെ ഒന്നാക്കി ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ എഴുതിയിരിക്കുകയാണ്. എ പാർട്ടിൽ ചോദിക്കുന്നത് ഇനിഷ്യൽ വെലോസിറ്റി v0യും യൂണിഫോം ആക്സലറേഷൻ എയുമുള്ള ഒരു ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുക. ആ ഗ്രാഫിന്റെ ഷേപ്പ് ഇതാണ്. വെലോസിറ്റി y ആക്സിസ്, ടൈം x ആക്സിസ്, ഇനിഷ്യൽ വെലോസിറ്റി u ആയതുകൊണ്ട് ഗ്രാഫ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഗ്രാഫ് ഇസ് എ സ്ട്രൈറ്റ് ലൈൻ വിത്ത് പോസിറ്റീവ് സ്ലോപ്പ്. ബി പാർട്ട്, സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് റെപ്രസെന്റ്സ്. സി പാർട്ട്, ഏരിയ അണ്ടർ ദി ഗ്രാഫ് റെപ്രസെന്റ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആക്സലറേഷനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് റെപ്രസെന്റ്സ് ഡിസ്പ്ലേസ്മെന്റ്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് വെലോസിറ്റി ബൈ ടൈമിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ആക്സലറേഷൻ. ഏരിയ അണ്ടർ ദി ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്നത് വെലോസിറ്റി ഇൻടു ടൈം, ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. സ്ലോപ്പ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ y ആക്സിസിലെ വാല്യൂ ഡിവൈഡ് ബൈ x ആക്സിസിലെ വാല്യൂ എടുത്താൽ മതി, ഏത് ഗ്രാഫ് ആയാലും. അപ്പൊ ഇവിടെ വെലോസിറ്റി ബൈ ടൈം ആക്സലറേഷൻ എന്ന് കിട്ടുന്നു. ഇനി ഏരിയ അണ്ടർ ദി ഗ്രാഫ് ചോദിക്കുമ്പോൾ ഏത് ഗ്രാഫ് ആയാലും y ആക്സിസിലെ വാല്യൂ ഇൻറ്റു x ആക്സിസിലെ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്താൽ എളുപ്പം പറയാം ഏരിയ അണ്ടർ ദി ഗ്രാഫ് എന്ത് റെപ്രസെന്റ് ചെയ്യുമെന്ന്. ഇവിടെ y ആക്സിസിലെ വെലോസിറ്റി, x ആക്സിസിലെ ടൈം, അപ്പോൾ വെലോസിറ്റി ഇൻറ്റു ടൈം ഡിസ്പ്ലേസ്മെന്റ്. ഇനി ഗ്രാഫ് ഉപയോഗിച്ച് വെലോസിറ്റി ടൈം റിലേഷൻ ഡിറൈവ് ചെയ്യണം, ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ ഡിറൈവ് ചെയ്യണം, ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി റിലേഷനും ഡിറൈവ് ചെയ്യണം. വെലോസിറ്റി ടൈം റിലേഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് കണ്ടുപിടിക്കാം. സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് കണ്ടുപിടിച്ചാൽ നമുക്ക് ആക്സലറേഷൻ കിട്ടും. ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ്. ഇവിടെ നമ്മൾ ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്ത് ഈ ആംഗിൾ തീറ്റ എന്ന് മാർക്ക് ചെയ്യുന്നു. സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് എന്ന് പറയുന്നത് എപ്പോഴും ടാൻ തീറ്റ ആയിരിക്കും. ഇവിടെ ടാൻ തീറ്റ കണ്ടുപിടിക്കാം. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് v മൈനസ് യു ആയിരിക്കും, അഡ്ജസന്റ് സൈഡ് t മൈനസ് 0. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, ദാറ്റ് ഈസ് v മൈനസ് യു ഡിവൈഡ് ബൈ t. ക്രോസ് മൾട്ടിപ്ലൈ ബൈ at ഈസ് ഈക്വൽ ടു v മൈനസ് യു എന്ന് കിട്ടുന്നു. അവിടെ നമുക്ക് കിട്ടുന്നു v ഈസ് ഈക്വൽ ടു u പ്ലസ് at. അടുത്ത ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യണം. അതായത് s ഈസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ എന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഈ ഗ്രാഫിന് താഴെയുള്ള ഏരിയ കണ്ടുപിടിക്കുന്നു. നമ്മൾ പഠിച്ചു ഗ്രാഫിന് താഴെയുള്ള ഏരിയ ഡിസ്പ്ലേസ്മെന്റിനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദി ഗ്രാഫ്, ദാറ്റ് ഈസ് ഏരിയ ഓഫ് ട്രപ്പീസിയം. ഈ ട്രപ്പീസിയത്തിന്റെ ഈ രണ്ട് വെർട്ടിക്കൽ സൈഡുകൾ പാരലൽ ആയിരിക്കും. ഏരിയ ഓഫ് ട്രപ്പീസിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഹാഫ് ഇൻറ്റു സം ഓഫ് ലെങ്സ് ഓഫ് പാരലൽ സൈഡ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്സ്. ഇവിടെ പാരലൽ സൈഡുകളുടെ വാല്യൂ u എന്നും v എന്നും നമുക്ക് എഴുതാം. അപ്പൊ സം ഓഫ് ലെങ്സ് ഓഫ് പാരലൽ സൈഡ്സ് v പ്ലസ് യു എന്ന് എഴുതാം. ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്സിന്റെ വാല്യൂ t എന്ന് കിട്ടുന്നു. അപ്പൊ ഹാഫ് ഇൻറ്റു v പ്ലസ് യു ഇൻറ്റു t. ഈ ഇക്വേഷനിൽ v ഈസ് ഈക്വൽ ടു u പ്ലസ് 80 എന്ന വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ s ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു u പ്ലസ് ഈ vക്ക് പകരം u പ്ലസ് 80 എന്ന് കൊടുക്കുന്നു ഇൻറ്റു t. u പ്ലസ് യു 2u എന്ന് എഴുതാം. അതോടൊപ്പം ഈ t കൊണ്ട് ബ്രാക്കറ്റിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ s ഈസ് ഈക്വൽ ടു
ഹാഫ് ഇൻറ്റു 2ut+at² എന്ന് കിട്ടുന്നു. ഈ ഹാഫ് കൊണ്ടും അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. s=ut+12 എന്ന് കിട്ടുന്നു. അടുത്ത ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി റിലേഷൻ, അതായത് v²=u² + 2as എന്ന ഇക്വേഷൻ ആണ് ഡെറൈവ് ചെയ്യേണ്ടത്. ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിച്ചാണ് ഇവിടെയും ഈ സ്റ്റെപ്പുകൾ ചെയ്യുന്നത്. ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ s=½ ഇൻറ്റു u+v ഇൻറ്റു t എന്ന് നമുക്ക് കിട്ടുന്നു. അവിടുന്ന് s=u+v/2 ഇൻറ്റു t എന്ന് എഴുതാം. ഇവിടെ നമ്മൾ ഈ v+u വാല്യൂ കണ്ടുപിടിക്കുന്നു. 2s/t ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് v-u at ആണ്. അതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇക്വേഷൻ 1 × 2 ചെയ്യുമ്പോൾ v+u × v-u = at × 2s/t എന്ന് എഴുതാം. ടികൾ ക്യാൻസൽ ചെയ്യുന്നു. v+u × v-u v² - u² = 2as എന്ന് എഴുതാം. ഇവിടുന്ന് v² u² + 2as എന്ന് കിട്ടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഈസ് ഷോൺ ബിലോ. അതിന്റെ എ പാർട്ട് ക്വസ്റ്റ്യൻ, വിച്ച് പോർഷൻ ഓഫ് ദി ഗ്രാഫ് റെപ്രസെന്റ്സ് യൂണിഫോം ആക്സിലറേഷൻ, uniform retardation, uniform motion. B part, using the graph, find the displacement in 20 seconds. C part, draw the corresponding acceleration time graph for the entire motion. ഒരു ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിരിക്കുന്നു. ഈ ഗ്രാഫിൽ യൂണിഫോം ആക്സലറേഷൻ, യൂണിഫോം റിട്ടാർഡേഷൻ, യൂണിഫോം മോഷൻ എന്നിവയെ റെപ്രസെന്റ് ചെയ്യുന്ന ഭാഗങ്ങൾ ഏതാണ് എന്നാണ് എ പാർട്ടിലെ ക്വസ്റ്റ്യൻ. യൂണിഫോം ആക്സലറേഷനെ റെപ്രസെന്റ് ചെയ്യുന്നത് OA എന്ന ഭാഗമായിരിക്കും. OA എന്ന ഭാഗമാണ് യൂണിഫോം ആക്സലറേഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. AB എന്ന ഈ ഭാഗം റെപ്രസെന്റ് ചെയ്യുന്നത് യൂണിഫോം മോഷനെ ആയിരിക്കും. അതുപോലെ BC എന്ന ഭാഗമായിരിക്കും യൂണിഫോം റിട്ടാർഡേഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനൊരു ഗ്രാഫ് വന്നാൽ ഇത് നമ്മൾ ഓർത്തിരിക്കുക. OA എന്ന ഭാഗം യൂണിഫോം ആക്സലറേഷൻ, AB എന്ന ഭാഗം യൂണിഫോം മോഷൻ, BC എന്ന ഭാഗം യൂണിഫോം റിട്ടാർഡേഷൻ. ബി പാർട്ട് ക്വസ്റ്റ്യൻ, ഡിസ്പ്ലേസ്മെന്റ് ഇൻ 20 സെക്കൻഡ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഏരിയ അണ്ടർ ദി ഗ്രാഫ് എടുത്താൽ മതി. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടതുപോലെ ഇതും ഒരു ട്രപ്പീസിയത്തിന് എക്സാമ്പിൾ ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ട ട്രപ്പീസിയം ഇതായിരുന്നു. ഇവിടെ വെർട്ടിക്കൽ സൈഡ്സ് ആയിരുന്നു പാരലൽ. എന്നാൽ ഇവിടെ തന്നിരിക്കുന്ന ട്രപ്പീസിയത്തില് ഈ ഹൊറിസോണ്ടൽ സൈഡുകളാണ് പാരലൽ. നമുക്ക് ഏരിയ ഓഫ് ട്രപ്പീസിയം കണ്ടുപിടിക്കാം. അതിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു, ഹാഫ് ഇൻറ്റു സം ഓഫ് ലെങ്ത്സ് ഓഫ് പാരലൽ സൈഡ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇവിടുത്തെ പാരലൽ സൈഡുകളുടെ ലെങ്ത് ഒന്ന് 10 എന്നും ഒന്ന് 20 എന്നും വരും. അതുകൊണ്ട് 10 + 20 എന്ന് കൊടുക്കാം. ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ സൈഡ്സ് 10 വരുന്നുണ്ട്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 150 മീറ്റർ എന്ന് കിട്ടുന്നു. സി പാർട്ട് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന വെലോസിറ്റി ടൈം ഗ്രാഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്സലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുക. ഇവിടെ OA എന്ന പോർഷനിൽ ബോഡി യൂണിഫോം ആക്സലറേഷനിലാണ്, BC എന്ന പോർഷനിൽ യൂണിഫോം റിട്ടാർഡേഷനിലാണ്, AB എന്ന പോർഷനിൽ യൂണിഫോം മോഷനിലുമാണ്. AB എന്ന പോർഷനിൽ യൂണിഫോം മോഷൻ ആയതുകൊണ്ട് അവിടെ ആക്സലറേഷൻ 0 ആയിരിക്കും. 5 സെക്കൻഡ് മുതൽ 15 സെക്കൻഡ് വരെ ആക്സലറേഷൻ 0. അതാണ് ഈ പോർഷൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 5 സെക്കൻഡ് മുതൽ 15 സെക്കൻഡ് വരെ ആക്സലറേഷൻ 0. 0 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെ ബോഡിക്ക് യൂണിഫോം ആക്സലറേഷൻ ആണ്. ആ ആക്സലറേഷൻ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം 10/5 2 m/s² എന്ന് കിട്ടും. 2 m/s² എന്ന ആക്സലറേഷൻ ആയിരിക്കും 0 സെക്കൻഡ് മുതൽ 5 സെക്കൻഡ് വരെയുള്ള. അത് യൂണിഫോം ആക്സലറേഷൻ ആണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ ആക്സലറേഷൻ ടൈം ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് വന്നത്. ഇനി 15 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെ ബോഡി യൂണിഫോം റിട്ടാർഡേഷനിലാണ്. അവിടുത്തെ ആക്സലറേഷൻ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ -2 m/s² എന്ന് കിട്ടുന്നു. അതുകൊണ്ടാണ് ഗ്രാഫ് ഈ താഴ്ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ ആക്സലറേഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി. ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ആക്സലറേഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് വരയ്ക്കുക. ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണെന്ന് നമുക്കറിയാം. അതിന്റെ വാല്യൂ 9.8 m/s² ആണ്. 0, 1, 2, 3, 4 എന്നീ സമയങ്ങളിലെ ആക്സലറേഷൻ വാല്യൂ 9.8 തന്നെ ആയിരിക്കും. ഈ ബോഡി ഫോൾ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ നിന്നായിരിക്കും. ഈ ഹൈറ്റ് താഴെ നിന്ന് മുകളിലോട്ട് പോസിറ്റീവ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ആക്സലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടുന്നു. ആക്സലറേഷന്റെ വാല്യൂ 9.8 എന്ന കോൺസ്റ്റന്റ് വാല്യൂ ഉള്ളത് കൊണ്ടാണ് ഗ്രാഫ് ഇങ്ങനെ കിട്ടുന്നത്. ഇതേ ബോഡിയുടെ തന്നെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാനായിട്ട് വെലോസിറ്റിയുടെയും ടൈമിന്റെയും വാല്യൂസ് നമ്മൾ എഴുതുന്നു. v = u+at എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാണ് വെലോസിറ്റി വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. v = u+at എന്ന ഇക്വേഷനിൽ നിന്ന് ഇനിഷ്യൽ വെലോസിറ്റി 0 എന്ന് കൊടുത്താൽ v = 9.8 t എന്ന് കിട്ടുന്നു.
ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഓരോ സമയങ്ങളിലെയും വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാം. 0 സെക്കൻഡിലെ വെലോസിറ്റി 0 ആയിരിക്കും, ഒന്നാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി 9.8, അങ്ങനെ ഓരോ സമയങ്ങളിലെയും വെലോസിറ്റി കണ്ടുപിടിക്കാം. വെലോസിറ്റി വാല്യൂ y ആക്സിസിലും ടൈമിന്റെ വാല്യൂ x ആക്സിസിലും എടുത്ത് വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചാൽ ഗ്രാഫ് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുന്നത്. ഈ ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് വരയ്ക്കാനായിട്ട് ഡിസ്പ്ലേസ്മെന്റിന്റെയും ടൈമിന്റെയും വാല്യൂസ് നമ്മൾ ആദ്യം എടുക്കുന്നു. ഓരോ ടൈമിലെയും ഡിസ്പ്ലേസ്മെന്റ് വാല്യൂസ് കണ്ടുപിടിക്കുന്നത് s=ut + ½ at² എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാണ്. ഇവിടെയും ഇനിഷ്യൽ വെലോസിറ്റി 0 എന്ന് കൊടുക്കുമ്പോൾ s=4.9 t² എന്ന് കിട്ടുന്നു. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഓരോ ടൈമിലെയും ഡിസ്പ്ലേസ്മെന്റ് വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. ഡിസ്പ്ലേസ്മെന്റ് y ആക്സിസിലും ടൈം x ആക്സിസിലും എടുത്ത് നമ്മുടെ ഗ്രാഫ് വരച്ചാൽ ഗ്രാഫ് ഇങ്ങനെ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുന്നത്. Question number 8. A car moving along a straight highway with a speed of 126 km per hour is brought to stop within a distance of 200 meters. What is the retardation of the car assumed uniform and how long does it take to stop? ഒരു കാർ സ്ട്രേറ്റ് ഹൈവേയിലൂടെ 126 km per hour എന്ന ഇനിഷ്യൽ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് 200 മീറ്റർ കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ 200 മീറ്റർ കഴിയുമ്പോൾ അതിന്റെ ഫൈനൽ വെലോസിറ്റി 0 ആകുന്നു. ഇവിടെ വെലോസിറ്റി ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് റിട്ടാർഡേഷൻ ഉണ്ടായി എന്ന് പറയാം. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കാറിനുണ്ടായ റിട്ടാർഡേഷൻ എത്രയാണ്, കാർ സ്റ്റോപ്പ് ചെയ്യപ്പെടാൻ എടുത്ത ടൈം എത്രയാണ്. ഇവിടെ UVSA ഇവ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ v² = u² + 2as നമ്മൾ എഴുതുന്നു. അവിടെ നിന്ന് a യുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. v² - u² / 2s. v യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, u ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, s ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ആക്സലറേഷൻ കിട്ടുന്നു -3.06 m/s². ഇവിടെ നമ്മൾ ഓർക്കുക യുവിന്റെ വാല്യൂ 126 km/h എന്നാണ് തന്നിരിക്കുന്നത്. അതിനെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 35 m/s എന്ന് കിട്ടുന്നു. ആ വാല്യൂ ആണ് യുവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു. എയ്ക്ക് ഒരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. നമുക്കറിയാം നെഗറ്റീവ് ആക്സലറേഷൻ ആണ് റിട്ടാർഡേഷൻ. റിട്ടാർഡേഷൻ = 3.06 m/s². ഇനി ടൈം കണ്ടുപിടിക്കാനായിട്ട് v = u + at എന്ന ഇക്വേഷൻ എടുക്കുന്നു. അവിടുന്ന് t യുടെ വാല്യൂ കണ്ടുപിടിക്കുന്നു v - u / a. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ടൈമിന്റെ വാല്യൂ കിട്ടുന്നു 11.44 സെക്കൻഡ്. ക്വസ്റ്റ്യൻ നമ്പർ 9. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോൾ thrown vertically upwards with an initial velocity is shown in figure. ഇതിന്റെ A part question, what is the magnitude of initial velocity of the ball? B part question, using the graph calculate. ഒന്നാമതായിട്ട് കണ്ടുപിടിക്കേണ്ടത് the distance traveled by the ball in 20 seconds. രണ്ടാമതായിട്ട് കണ്ടുപിടിക്കേണ്ടത് acceleration of the ball. C part question, assuming that speed and velocity of the ball have the same magnitude, draw the corresponding speed time graph. വെർട്ടിക്കലി അപ്വേർഡ് ത്രോ ചെയ്യുന്ന ഒരു ബോളിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ദി ബോൾ, അതാണ് എ പാർട്ടിൽ കണ്ടുപിടിക്കേണ്ടത്. ഗ്രാഫ് ഉപയോഗിച്ച് നമുക്ക് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 20 seconds കണ്ടുപിടിക്കണം, ആക്സലറേഷൻ ഓഫ് ദി ബോൾ കണ്ടുപിടിക്കണം, ഈ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ കറസ്പോണ്ടിങ് സ്പീഡ് ടൈം ഗ്രാഫും വരയ്ക്കണം. ഈ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 100 m/s ആണ്. എ പാർട്ടിന്റെ ആൻസറായി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇനിഷ്യൽ വെലോസിറ്റി 100 m/s. ബി പാർട്ടിൽ ചോദിക്കുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് അതുപോലെ ആക്സലറേഷൻ ഓഫ് ദി ബോൾ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 20 seconds ആണ് കണ്ടുപിടിക്കേണ്ടത്. ബോൾ ആദ്യം മുകളിലേക്ക് എറിയുമ്പോൾ അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി 100 m/s ആണ്. ബോൾ മുകളിലേക്ക് പോകുന്തോറും വെലോസിറ്റി ഡിക്രീസ് ചെയ്യുവാണ്. അങ്ങനെ ടോപ്പ് പൊസിഷനിൽ എത്തുമ്പോൾ ബോളിന്റെ വെലോസിറ്റി 0 m/s ആവുന്നു. അതിനുശേഷം ബോൾ തിരിച്ചു വരുവാണ്. അപ്പോൾ ബോൾ ടോപ്പ് പൊസിഷനിലെ 0 വെലോസിറ്റിയിൽ നിന്ന് താഴേക്ക് വരുന്നു. അടുത്ത 10 seconds കൊണ്ട് ബോൾ നമ്മുടെ കയ്യിലേക്ക് തിരികെ എത്തുന്നു. അപ്പോൾ ബോളിന്റെ വെലോസിറ്റി -100 m/s ആയിരിക്കും. മുകളിലേക്ക് നമ്മൾ എറിഞ്ഞപ്പോൾ ടോപ്പ് പൊസിഷനിൽ പോയി, അതിനുശേഷം നമ്മുടെ കയ്യിലേക്ക് തിരികെ വന്നു. എൻറ്റയർ മോഷൻ പരിഗണിക്കുമ്പോഴാണ് ഗ്രാഫ് ഇങ്ങനെ വരച്ചിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 20 seconds ആണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 20 seconds കണ്ടുപിടിക്കാൻ ഏരിയ അണ്ടർ ദ ഗ്രാഫ് കണ്ടുപിടിക്കണം. എന്ന് പറഞ്ഞാൽ ഈ പോർഷനും x ആക്സിസിനും ഇടയ്ക്കുള്ള ഏരിയ പ്ലസ് ഈ പോർഷനും x ആക്സിസിനും ഇടയ്ക്കുള്ള ഏരിയ. ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുക. ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഏരിയ ½ എന്ന ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ½ ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് 10 ആയിരിക്കും, ഹൈറ്റ് എന്ന് പറയുന്നത് 100 ആയിരിക്കും. ഈ ട്രയാങ്കിളിന്റെ കേസിലും ½ എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പോൾ
ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 100 എന്ന് കിട്ടും. ഇവിടെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഏരിയ നമ്മൾ പോസിറ്റീവ് എന്ന് എടുക്കുന്നു, ഈ ഏരിയയും പോസിറ്റീവ് എന്ന് എടുക്കുന്നു. അങ്ങനെ രണ്ട് ഏരിയകളും പോസിറ്റീവ് എന്ന് എടുക്കുന്നു. ആ ഏരിയകൾ സം ചെയ്യുന്നു. 500 + 500 = 1000 മീറ്റർ. ഇനി ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നു കണ്ടുപിടിക്കേണ്ടിയിരുന്നതെങ്കിൽ ഈ ഏരിയ കണ്ടുപിടിച്ചത് പോസിറ്റീവ് എന്നെടുക്കും, ഈ ഏരിയ കണ്ടുപിടിച്ചത് നെഗറ്റീവ് എന്നെടുക്കും. അങ്ങനെ എടുത്ത് ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 0 എന്ന് നമുക്ക് കിട്ടിയേനെ. ഇനി ഈ വെലോസിറ്റി ടൈം ഗ്രാഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീഡ് ടൈം ഗ്രാഫ് വരയ്ക്കാനാണ് പറയുന്നത്. സ്പീഡിനും വെലോസിറ്റിക്കും സെയിം മാഗ്നിറ്റ്യൂഡ് എന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് സ്പീഡ് ടൈം ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പ് ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആയതുകൊണ്ട് വെലോസിറ്റിയുടെ നെഗറ്റീവ് വാല്യൂ പരിഗണിച്ചതുകൊണ്ടാണ് ഗ്രാഫ് താഴേക്ക് നമ്മൾ വരച്ചത്. എന്നാൽ സ്പീഡ് ആകുമ്പോൾ നെഗറ്റീവ് വാല്യൂ കൺസിഡർ ചെയ്യേണ്ട, കാരണം സ്പീഡ് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഈ ഭാഗം കൂടെ നമ്മൾ മുകളിലേക്ക് വരയ്ക്കുന്നു. സ്പീഡ് ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഈ ഒരു ഷേപ്പ് ആയിരിക്കും കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ ക്രിക്കറ്റ് ബോൾ ഈസ് ത്രോൺ അറ്റ് എ സ്പീഡ് ഓഫ് 28 m/s ഇൻ എ ഡയറക്ഷൻ 30 degree above the horizontal. Calculate the maximum height, the time taken by the ball to return to the same level, and the distance from the thrower to the point where the ball returns to the same level. ഇത് പ്രൊജക്ടൈൽ മോഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ആണ്. ഒരു ബോൾ 28 m/s എന്ന ഇനിഷ്യൽ വെലോസിറ്റിയിൽ 30 degree ആംഗിൾ ഓഫ് പ്രൊജക്ഷനിൽ ത്രോ ചെയ്യുന്നു. ഇങ്ങനെ ത്രോ ചെയ്യുന്ന ബോളിനെ പ്രൊജക്ടൈൽ ആയിട്ട് കണക്കാക്കാം. ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ഹൈറ്റ് ഓഫ് ദി ബോൾ കണ്ടുപിടിക്കുക, ടൈം ടേക്കൺ ബൈ ദി ബോൾ ടു റിട്ടേൺ ടു ദി സെയിം ലെവൽ കണ്ടുപിടിക്കുക, അതുപോലെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഇവ ഓരോന്നിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഹൈറ്റിന്റെ ഇക്വേഷൻ ആണ് v0 sin θ the whole square divided by 2g. അതുപോലെ ടൈമിന്റെ ഇക്വേഷൻ 2v0 sin θ divided by g. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ v0 square sin 2θ divided by g. ആദ്യം കണ്ടുപിടിക്കേണ്ട ഹൈറ്റ് ആണ്. അപ്പോൾ ഹൈറ്റിന്റെ ഇക്വേഷനിൽ നമ്മൾ v0യുടെ വാല്യൂ കൊടുക്കുന്നു, തീറ്റയുടെ വാല്യൂ കൊടുക്കുന്നു, ജിയുടെ വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ ഹൈറ്റിന്റെ വാല്യൂ കിട്ടുന്നു 10 മീറ്റർ. ടൈം ടേക്കൺ t കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇക്വേഷന് v0യുടെ വാല്യൂ കൊടുക്കുന്നു, തീറ്റയുടെ വാല്യൂ കൊടുക്കുന്നു, ജി കൊടുക്കുന്നു. അപ്പോൾ ടൈം ടേക്കൺ ടു റിട്ടേൺ ടു ദി സെയിം ലെവലിന്റെ വാല്യൂ കിട്ടുന്നു 2.85 സെക്കൻഡ്. അടുത്ത ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് r = v0 square sin 2θ by g എന്ന ഇക്വേഷനിൽ വാല്യൂസ് കൊടുക്കുമ്പോൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കിട്ടുന്നു 69.3 മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, എ ക്രിക്കറ്റർ ക്യാൻ ത്രോ എ ബോൾ ടു എ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഓഫ് 100 മീറ്റർ. ഹൗ ഹൈ അബവ് ദി ഗ്രൗണ്ട് ക്യാൻ ദി ക്രിക്കറ്റർ ത്രോ ദി സെയിം ബോൾ? ഒരു ക്രിക്കറ്ററിന് ഒരു ബോൾ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആയിട്ടുള്ള 100 മീറ്റർ വരെ എറിയാൻ പറ്റും. ഒരു ബോൾ ഉപയോഗിച്ച് ക്രിക്കറ്ററിന് എറിയാൻ പറ്റുന്ന മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് 100 മീറ്റർ. അങ്ങനെയെങ്കിൽ ക്രിക്കറ്ററിന് ഈ ബോൾ മാക്സിമം എത്ര ഹൈറ്റിലേക്ക് എറിയാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് തന്നിട്ടുണ്ട്. നമുക്കറിയാം ഒരു പ്രൊജക്ടൈലിന് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കിട്ടുന്നത് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 45 ഡിഗ്രി ആവുമ്പോഴാണ്. അങ്ങനെയുള്ള മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് Rmax = v0 square divided by g. അപ്പൊ ഈ പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന റേഞ്ചിന് കറസ്പോണ്ടിങ് ഇനിഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കും. ഈ ഇനിഷ്യൽ വെലോസിറ്റി v0 ഉപയോഗിച്ച് വെർട്ടിക്കലി മാക്സിമം എത്ര ഹൈറ്റ് വരെ എറിയാൻ പറ്റും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നു. ആദ്യ ഭാഗത്ത് r = v0 square by g എന്ന ഇക്വേഷൻ ഉപയോഗിക്കുന്നു. Rmaxന്റെ വാല്യൂ 100 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം 100 = v0 square by g. ഇവിടുന്ന് v0 square = 100g എന്ന് എഴുതാം. ചെയ്യുമ്പോൾ 980 എന്ന് കിട്ടും. v0 സ്ക്വയറിന്റെ വാല്യൂ 980 എന്ന് കിട്ടുന്നു. അവിടുന്ന് v0 = √980 m/s. അപ്പൊ ഇയാൾക്ക് മാക്സിമം ഈ വെലോസിറ്റിയിൽ മാത്രമേ ത്രോ ചെയ്യാൻ പറ്റൂ. ഈ വെലോസിറ്റിയിൽ ഇയാൾക്ക് എത്ര ഹൈറ്റ് വരെ ബോൾ എറിയാൻ പറ്റും? ഈ v0യുടെ വാല്യൂ അതുകൊണ്ട് ഇനിഷ്യൽ വെലോസിറ്റി ആയിട്ട് എടുക്കാം. u = v0 എന്നെടുക്കാം, ദാറ്റ് ഈസ് √980 m/s. ഈ ബോൾ മാക്സിമം ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി v = 0 എന്ന് കൊടുക്കാം. മുകളിലോട്ട് എറിയുന്നത് കൊണ്ട് a = -g എന്ന് കൊടുക്കാം, ദാറ്റ് ഈസ് -9.8 m/s² ആണ്. ഇത് മാക്സിമം എത്ര ഹൈറ്റ് പോകുന്നു എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. അതായത് എസ് അല്ലെങ്കിൽ എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് v² = u² + 2as. ഇവിടുന്ന് എസിന്റെ ഇക്വേഷൻ എഴുതുന്നു s = v² - u² divided by 2a. v യുടെ വാല്യൂ കൊടുക്കുന്നു 0, യുവിന്റെ വാല്യൂ √980 ആണ്, അതുകൊണ്ട് u² 980 എന്ന് കൊടുക്കാം. a യുടെ വാല്യൂ -9.8 എന്ന് കൊടുക്കാം. അപ്പോൾ എസിന്റെ വാല്യൂ കിട്ടുന്നു 50 മീറ്റർ. ഇതായിരിക്കും ഇയാൾക്ക് എറിയാൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ്. Question number 12. A constant retarding force of 50 Newton is applied to a body of mass 20 kg moving initially with a speed of 15 m/s. How long does the body take to stop? ഫിഗർ നോക്കാം. 20 kg മാസ് ഉള്ള ബോഡി 15 m/s എന്ന ഇനിഷ്യൽ വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 50 ന്യൂട്ടൺ അപ്ലൈ ചെയ്ത്
ഈ ബോഡിയെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യിക്കണം. എന്ന് പറഞ്ഞാൽ അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി 15 നിന്ന് ഫൈനൽ വെലോസിറ്റി 0 കൊണ്ടുവരണം. അതിനുവേണ്ടി എത്ര ടൈം എടുക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. F=ma എന്ന ഇക്വേഷൻ വെച്ചാണ് നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ടൈമിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനിഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ടൈം, ആക്സലറേഷൻ, ഇത്രയും ഉൾപ്പെടുത്തി നമുക്ക് എഴുതാവുന്ന ഇക്വേഷൻ ആണ് v=u+at. അവിടുന്ന് ആക്സലറേഷൻ കണ്ടുപിടിക്കാം v-u/t. ഈ ആക്സലറേഷന്റെ വാല്യൂ F=ma എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ F=m×v-u/t എന്ന് കിട്ടുന്നു. ഇവിടുന്ന് ടൈമിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. ടൈം t=m×v-u/f. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് -6 സെക്കൻഡ് എന്ന് കിട്ടും. ടൈം എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പൊ നമ്മൾ എടുത്തെഴുതുന്നു ടൈം 6 സെക്കൻഡ്. Question number 13. A bullet of mass 0.04 kilogram is moving with a speed of 90 meter per second, enters a heavy wooden block and is stopped after a distance of 60 centimeter. What is the average resistive force exerted by the block on the bullet? ഈ ഫിഗർ നോക്കാം. 0.04 കിലോഗ്രാം മാസ് ഉള്ള ബുള്ളറ്റ് ഈ വുഡൻ ബ്ലോക്കിലേക്ക് എൻ്റർ ചെയ്യുവാണ്. എൻ്റർ ചെയ്യുന്ന വെലോസിറ്റി 90 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 60 സെന്റിമീറ്റർ ട്രാവൽ ചെയ്തതിനു ശേഷം ബുള്ളറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നു. എന്നാൽ ഫൈനൽ വെലോസിറ്റി 0 ആകും. അങ്ങനെയെങ്കിൽ ഈ വുഡൻ ബ്ലോക്ക് ബുള്ളറ്റിൽ പ്രയോഗിക്കുന്ന റെസിസ്റ്റീവ് ഫോഴ്സ് ആണ്, അല്ലെ റിട്ടാർഡിംഗ് ഫോഴ്സ് ആണ്. അപ്പൊ F=ma എന്ന ഇക്വേഷനിലേക്ക് v²-u²/2s എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ആക്സലറേഷന്റെ വാല്യൂ കിട്ടുന്നു -6750 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ ഫോഴ്സിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫോഴ്സിന്റെ വാല്യൂ കിട്ടുന്നു -270 ന്യൂട്ടൺ. അപ്പൊ റെസിസ്റ്റീവ് ഫോഴ്സ് നമുക്ക് എഴുതാം 270 ന്യൂട്ടൺ. Question number 14. A shell of mass 0.020 kilogram is fired by a gun of mass 100 kilogram. If the muzzle speed of the shell is 80 meter per second, what is the recoil speed of the gun? ഇത് റീകോയിൽ വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ആണ്. റീകോയിൽ വെലോസിറ്റി ഇക്വേഷൻ നമുക്കറിയാം. v=mv/m. 100 കിലോഗ്രാം മാസ് ഉള്ള ഗണ്ണിൽ നിന്ന് 0.02 കിലോഗ്രാം മാസ് ഉള്ള ഒരു ഷെല്ല് ഫയർ ചെയ്യുന്നു. മസിൽ സ്പീഡ് ഓഫ് ഷെൽ എന്ന് പറയുന്നത് 80 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയെങ്കിൽ റീകോയിൽ സ്പീഡ് ഓഫ് ഗൺ എത്രയാണ്? മാസ് ഓഫ് ഷെല്ല് 0.02 കിലോഗ്രാം, മാസ് ഓഫ് ഗൺ ക്യാപിറ്റൽ M 100 കിലോഗ്രാം, വെലോസിറ്റി ഓഫ് ഷെല്ല് 80 മീറ്റർ പെർ സെക്കൻഡ്, റീകോയിൽ സ്പീഡ് v എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. റീകോയിൽ സ്പീഡിന്റെ ഇക്വേഷനിലേക്ക് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ വാല്യൂ കിട്ടുന്നു -0.016 മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് എടുത്തെഴുതാം റീകോയിൽ വെലോസിറ്റി =0.016 മീറ്റർ പെർ സെക്കൻഡ്. Question number 15. A circular racetrack of radius 300 meter is banked at an angle of 15 degree. If the coefficient of friction between the wheels of a race car and the road is 0.2, what is the optimum speed of the race car to avoid wear and tear on its tires? Maximum permissible speed to avoid slipping. ഇത് ബാങ്കിങ് ഓഫ് കർവുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ആണ്. ഒരു സർക്കുലർ റേസ് ട്രാക്കിന്റെ റേഡിയസ് 300 മീറ്റർ ആണ്. അത് ഹൊറിസോണ്ടലിൽ നിന്ന് 15 ഡിഗ്രി ആംഗിളിൽ ബാങ്ക് ചെയ്തിരിക്കുവാണ്. കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട് 0.2. അങ്ങനെയെങ്കിൽ ഈ വാഹനത്തിന്റെ ഒപ്റ്റിമം സ്പീഡ് കണ്ടുപിടിക്കുക, മാക്സിമം പെർമിസിബിൾ സ്പീഡ് കണ്ടുപിടിക്കുക. ഒപ്റ്റിമം സ്പീഡിന്റെ ഇക്വേഷൻ നമുക്കറിയാം. VO=√rg tan θ. R ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, G യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, tan θ tan 15 എന്ന് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് ഒപ്റ്റിമം സ്പീഡിന്റെ വാല്യൂ കിട്ടുന്നു 28.1 മീറ്റർ per second. ഇനി മാക്സിമം പെർമിസിബിൾ സ്പീഡിന്റെ ഇക്വേഷൻ നമുക്കറിയാം. Vmax=√rg × μs + tan θ ഡിവൈഡഡ് ബൈ 1 - μs tan θ. ഇവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാക്സിമം പെർമിസിബിൾ സ്പീഡിന്റെ വാല്യൂ കിട്ടുന്നു 38.1 മീറ്റർ പെർ സെക്കൻഡ്. Question number 16. A body of mass 5 kg is thrown vertically up with a kinetic energy of 490 joule. Find the height at which the kinetic energy of the body becomes half of the original value. അതായത് 5 കിലോഗ്രാം മാസ് ഉള്ള ബോഡി നമ്മൾ മുകളിലേക്ക് എറിയുന്നു. ഏത് ഹൈറ്റിലാണ് കൈനറ്റിക് എനർജി ഒറിജിനൽ കൈനറ്റിക് എനർജിയുടെ പകുതിയാവുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഗ്രൗണ്ട് ലെവലിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. അതുകൊണ്ട് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിലെ കൈനറ്റിക് എനർജി ആയിരിക്കും. അത് 490 ജൂൾ എന്ന് തന്നിരിപ്പുണ്ട്. 490 ജൂൾ എന്ന കൈനറ്റിക് എനർജിയാണ് ബോഡിയെ നമ്മൾ മുകളിലേക്ക് ത്രോ ചെയ്യുന്നത്. ഈ H എന്ന ഹൈറ്റിലാണ് കൈനറ്റിക് എനർജി ഹാഫ് ആകുന്നത് എന്ന് വിചാരിക്കുക. അറ്റ് ദിസ് ഹൈറ്റ് ടോട്ടൽ എനർജി =mgh + 490/2 എന്ന് കൊടുക്കാം. അതാണ് പറയുന്നത്. At ground level, total energy is equal to 490 joule. At a height h, that is at this particular height, kinetic energy becomes
half of the original kinetic energy. That is, total energy is equal to mgh plus 490 by 2. ടോട്ടൽ എനർജി 490 ആണല്ലോ. ടോട്ടൽ എനർജി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. താഴെ ആയിരിക്കുമ്പോൾ ഉള്ള ടോട്ടൽ എനർജി തന്നെയായിരിക്കും മുകളിലും കിട്ടുന്നത്. അപ്പോൾ 490 ഈസ് ഈക്വൽ ടു എം ജി എച്ച് പ്ലസ് 490 ബൈ 2 245 ആയിരിക്കും. അപ്പോൾ എം ജി എച്ച് ഈസ് ഈക്വൽ ടു 245 എന്ന് നമുക്ക് കിട്ടുന്നു. ഹൈറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എച്ച് ഈസ് ഈക്വൽ ടു 245 ഡിവൈഡ് ബൈ എം ജി. 245 ഡിവൈഡ് ബൈ എമ്മിൻ്റെ വാല്യൂ 5 കൊടുക്കുന്നു. ജിയുടെ വാല്യൂ 10 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. 9.8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 4.9 മീറ്റർ. അതായത് 4.9 മീറ്റർ എന്ന ഹൈറ്റിലാണ് കൈനറ്റിക് എനർജി ഇനിഷ്യൽ കൈനറ്റിക് എനർജിയുടെ ഹാഫ് വാല്യൂ ആയിട്ട് മാറുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, an elevator can carry a maximum load of 1800 kilogram. Elevator plus passengers is moving up with a constant speed of 2 meter per second. The frictional force opposing the motion is 4000 Newton. Determine the minimum power delivered by the motor to the elevator in watts as well as in horsepower. ഇത് ഒരു എലിവേറ്റർ അല്ലെങ്കിൽ ലിഫ്റ്റിന്റെ പ്ലാറ്റ്ഫോം ആണ്. ഈ എലിവേറ്ററിന്റെയും അതിൽ ട്രാവൽ ചെയ്യുന്ന പാസഞ്ചേഴ്സിൻ്റെയും ടോട്ടൽ മാസ് എന്ന് പറയുന്നത് 1800 കിലോഗ്രാം ആണ്. ഈ എലിവേറ്റർ അല്ലെങ്കിൽ ലിഫ്റ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുന്ന വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെ പ്രയോഗിക്കപ്പെടുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് 4000 ന്യൂട്ടൺ ആണ്. അങ്ങനെയെങ്കിൽ ഈ എലിവേറ്ററിനെ മുകളിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ ഇതിന്റെ മോട്ടോറിന് ചെലവാകുന്ന പവർ എത്രയാണ്? ഈ എലിവേറ്റർ മുകളിലേക്ക് പോകുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് താഴേക്കായിരിക്കും പ്രയോഗിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് എം ജി എന്ന് പറയുന്നത് താഴേക്കായിരിക്കും പ്രയോഗിക്കപ്പെടുന്നത്. അതിന് ഓപ്പോസിറ്റ് വേണം അപ്ലൈഡ് ഫോഴ്സ് പ്രയോഗിക്കപ്പെടേണ്ടത്. അപ്പോൾ അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സിനും എം ജിക്കും ഓപ്പോസിറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് പ്ലസ് എം ജി എന്ന സം അപ്ലൈഡ് ഫോഴ്സിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എഫ് ഈസ് ഈക്വൽ ടു എം ജി പ്ലസ് എഫ് എസ്, weight of elevator and passengers plus frictional force. എമ്മിൻ്റെ വാല്യൂ 1800 ആണ്, ജിയുടെ വാല്യൂ 9.8, ഫ്രിക്ഷണൽ ഫോഴ്സ് 4000 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഫോഴ്സിൻ്റെ വാല്യൂ എഴുതുന്നു. ഇനി പവർ കണ്ടുപിടിക്കാം ഫോഴ്സിൻ്റെ വെലോസിറ്റി എന്ന ഇക്വേഷൻ ഉപയോഗിച്ച്. ദാറ്റ് ഈസ് ഫോഴ്സിൻ്റെ വാല്യൂ 1800 ഇൻറ്റു 9.8 പ്ലസ് 4000 ഇൻറ്റു വെലോസിറ്റി, മുകളിലോട്ട് മൂവ് ചെയ്യുന്ന കോൺസ്റ്റന്റ് വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പവർ കിട്ടുന്നു 43,280 വാട്ട്. ഈ പവറിനെ ഹോഴ്സ് പവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ 746 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടുന്നു 58.02 ഹോഴ്സ് പവർ. Question number 18. A pump on the ground floor of a building can pump water to fill a tank of volume 30 meter cube in 15 minutes. If the tank is 40 meter above the ground and the efficiency of the pump is 30%, how much electric power is consumed by the pump? ഈ ഫിഗർ നോക്കൂ. ഒരു പമ്പ് ഗ്രൗണ്ട് ഫ്ലോറിലിരിക്കുന്നു. കുറച്ച് ഉയരത്തിൽ, ദാറ്റ് ഈസ് 40 മീറ്റർ ഹൈറ്റിലുള്ള ഒരു വാട്ടർ ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്യണം. ഇങ്ങനെ വെള്ളം പമ്പ് ചെയ്ത് വാട്ടറിൻ്റെ വോളിയം 30 മീറ്റർ ക്യൂബിലേക്ക് എത്തിക്കണം. എഫിഷ്യൻസി ഓഫ് ദി പമ്പ് 30% ആണെങ്കിൽ ഈ വാട്ടർ ടാങ്ക് ഫില്ല് ചെയ്യാൻ പമ്പിന് എത്ര പവർ കൺസ്യൂം ചെയ്യേണ്ടി വരും? അതാണ് ക്വസ്റ്റ്യൻ. പമ്പിന് കൺസ്യൂം ചെയ്യേണ്ട പവറിനെ നമുക്ക് ഇൻപുട്ട് പവറായിട്ട് എടുക്കാം. അങ്ങനെയെങ്കിൽ ഈ വാട്ടർ ടാങ്കിലേക്ക് വെള്ളം കൊണ്ട് എത്തിച്ച് ഫില്ല് ചെയ്യാനുള്ള വർക്ക് ബൈ ടൈം ആയിരിക്കും ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത്. അത് എം ജി എച്ച് ഡിവൈഡ് ബൈ ടൈം ആണ്. കാരണം എച്ച് ഹൈറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള വർക്കാണ് എം ജി എച്ച്. എഫിഷ്യൻസിയുടെ ജനറൽ ഇക്വേഷൻ എഴുതുന്നു. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ. ഔട്ട്പുട്ട് പവർ കണ്ടുപിടിക്കാൻ എം ജി എച്ച് ഡിവൈഡ് ബൈ ടൈം എന്ന ഇക്വേഷൻ എടുക്കുന്നു. ഇവിടെ മാസ് ഈസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. വോളിയത്തിൻ്റെ വാല്യൂ 30 ആണ്, ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 ആണ്. അപ്പോൾ എം ജി എച്ച് ബൈ ടി എന്നുള്ളത് വി റോ ജി എച്ച് ബൈ ടി എന്നായി മാറുന്നു. റോ ഈസിക്കൽ 1000 എന്ന് കൊടുക്കുന്നു, വോളിയം 30 എന്ന് കൊടുക്കുന്നു, ജി 9.8, ഹൈറ്റ് 40. ഇനി ടൈമിൻ്റെ വാല്യൂ 15 മിനിറ്റ്സ് എന്നാണ് പറയുന്നത്. 15 മിനിറ്റ് കൊണ്ട് ഈ വാട്ടർ ടാങ്ക് ഫില്ല് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ആൻസർ 1.3067 × 10⁻⁴ വാട്ട്. ഇതാണ് ഔട്ട്പുട്ട് പവർ.
ഇനി ഇൻപുട്ട് പവർ കണ്ടുപിടിക്കാൻ ഔട്ട്പുട്ട് പവർ ബൈ എഫിഷ്യൻസി എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1.3067 ഇൻറ്റു 10⁴ ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി 30% ആയതുകൊണ്ട് 0.3 എന്ന ഡിനോമിനേറ്ററിൽ കൊടുക്കാം. അത് ചെയ്യുമ്പോൾ 43.56 ഇൻറ്റു 10⁻³ വാട്ട് അതായിരിക്കും ഇവിടുത്തെ പവർ കൺസ്യൂംഡ് അല്ലെങ്കിൽ ഇൻപുട്ട് പവർ. അടുത്ത ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് ഹൈറ്റ് h ദി വാല്യൂ ഓഫ് g വിൽ ബി ഹാഫ് ഓഫ് ദാറ്റ് ഓൺ ദി സർഫസ് ഓഫ് എർത്ത്. ഏത് ഹൈറ്റിലാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിയുടെ വാല്യൂ സർഫസിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂവിന്റെ പകുതിയാവുന്നത്? ഫിഗർ ഒന്ന് നോക്കാം. m മാസും r റേഡിയസും ഉള്ള എർത്ത് ഏത് ഹൈറ്റിലാണ് ജിയുടെ വാല്യൂ g/2 ആവുന്നത്? അതാണ് ക്വസ്റ്റ്യൻ. നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നു h എന്ന ഹൈറ്റിൽ ജിയുടെ വാല്യൂ സർഫസിലെ വാല്യൂവിന്റെ പകുതിയാവുന്നു. അപ്പൊ g' g/2 ആവുന്നത് h എന്ന ഹൈറ്റിലാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ hന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഇത് നമുക്ക് രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷനായ g' g ഇൻറ്റു 1 - 2h/r ഉപയോഗിച്ച് ആദ്യം ചെയ്യാം. g' വാല്യൂ g/2 എന്ന് കൊടുക്കുന്നു. അപ്പോൾ g/2 g ഇൻറ്റു 1 - 2h/r. ഇവിടെ രണ്ട് ജികൾ ക്യാൻസൽ ആവുന്നു. അപ്പോൾ 1/2 1 - 2h/r. ഈ 1 എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ 1/2 -1 എന്ന് വരും. 1/2 - 1 -1/2 ആണ്. അപ്പോൾ -1/2 -2h/r എന്ന് എഴുതാം. മൈനസുകൾ ക്യാൻസൽ ആവുന്നു. അടുത്ത സ്റ്റെപ്പിൽ 1/4 h/r എന്ന് എഴുതാം. ഇവിടുന്ന് h r/4 എന്ന് എഴുതാം. ഇനി ഈ ഇക്വേഷന്റെ ഡെറിവേഷനിലെ ഒരു സ്റ്റെപ്പാണ് ഈ കൊടുത്തിരിക്കുന്നത്. g'/g r² ഡിവൈഡഡ് ബൈ r + h ദി ഹോൾ സ്ക്വയർ. ഈ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. g' വാല്യൂ g/2 എന്ന് കൊടുക്കുന്നു. അപ്പോൾ g/2 ഡിവൈഡ് ബൈ g r² ഡിവൈഡഡ് ബൈ r + h ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഈ രണ്ട് ജികൾ ക്യാൻസൽ ആവുന്നു. അപ്പോൾ 1/2 r² ഡിവൈഡഡ് ബൈ r + h ദി ഹോൾ സ്ക്വയർ എന്ന് കിട്ടുന്നു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2r² r + h ദി ഹോൾ സ്ക്വയർ എന്ന് കിട്ടുന്നു. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സ്ക്വയർ റൂട്ട് എടുക്കുന്നു. അപ്പോൾ കിട്ടുന്നു √2r r + h. രണ്ട് സൈഡിലും നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോഴാണ് ഈ ഒരു സ്റ്റെപ്പ് കിട്ടുന്നത്. ഇവിടുന്ന് hന്റെ വാല്യൂ എഴുതാം √2r - r. ഇവിടെ നമുക്ക് r കോമൺ എടുക്കാം. അപ്പോൾ h √2 - 1 ഇൻറ്റു r. ഈ പ്രോബ്ലത്തിന്റെ ആൻസർ ഈ സ്റ്റെപ്പുകൾ വഴിയും കണ്ടുപിടിക്കാം, ഈ സ്റ്റെപ്പുകൾ വഴിയും കണ്ടുപിടിക്കാം. ഈ ഇക്വേഷന്റെ പ്രത്യേകത നമ്മൾ അപ്രോക്സിമേഷൻ കൊടുത്ത് ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ആണ്. അതിൽ നിന്നാണ് h r/4 എന്ന് കിട്ടുന്നത്. എന്നാൽ ഇത് അപ്രോക്സിമേഷൻ കൊടുക്കാത്ത ഡെറിവേഷൻ സ്റ്റെപ്പിൽ നിന്നാണ് h √2 - 1 ഇൻറ്റു r എന്ന വാല്യൂ കിട്ടുന്നത്. ഇതിനകത്ത് കൂടുതൽ കൃത്യമായ ആൻസർ എന്ന് പറയുന്നത് ഇതായിരിക്കും. Question number 20. At what depth d, the value of g will be half of that on the surface of earth. എർത്തിന്റെ സർഫസിൽ നിന്നും എത്ര ഡെപ്തിലാണ് ജിയുടെ വാല്യൂ എർത്തിന്റെ സർഫസിലുള്ള ജിയുടെ വാല്യൂവിന്റെ പകുതിയാവുന്നത്? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഫിഗർ ഒന്ന് പരിഗണിക്കുവാണ്. എർത്തിന്റെ സർഫസിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എന്നെടുക്കുന്നു. ഒരു പർട്ടിക്കുലർ ഡെപ്തിൽ g' g/2 ആകുന്നു എങ്കിൽ ആ ഡെപ്തിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. നമ്മുടെ ജനറൽ ഇക്വേഷൻ എഴുതുന്നു g' g ഇൻറ്റു 1 - d/r. ഈ പർട്ടിക്കുലർ ഡെപ്തിൽ g' വാല്യൂ g/2 കൊടുക്കാം. അപ്പോൾ g/2 g ഇൻറ്റു 1 - d/r. g ക്യാൻസൽ ആവുന്നു. ബാക്കി 1/2 1 - d/r. ഇവിടെ നമ്മൾ -d/r ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുന്നു, 1/2 റൈറ്റ് സൈഡിൽ കൊണ്ടുവരുന്നു. അപ്പോൾ d/r 1 - 1/2 1/2 എന്ന് വരും. അപ്പോൾ d r/2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. റേഡിയസ് ഓഫ് എർത്തിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ d 3200 കിലോമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ d r/2 എന്നുള്ളത് ആൻസർ ആണ്. അതുപോലെ 3200 കിലോമീറ്റർ എന്നുള്ളതും ഇതിന്റെ ആൻസർ ആണ്. Question number 21. A body weighs 63 Newton on Earth. What is the gravitational force on it at a height equal to half the radius of Earth? ഒരു ബോഡിക്ക് എർത്തിന്റെ സർഫസിൽ 63 ന്യൂട്ടൺ വെയിറ്റ് ഉണ്ട്. അങ്ങനെയെങ്കിൽ എർത്തിന്റെ റേഡിയസിന്റെ പകുതിയുള്ള ഹൈറ്റിൽ ഈ ബോഡിക്ക് എത്ര വെയിറ്റ് ഉണ്ടാകും? എർത്തിന്റെ സർഫസിൽ ബോഡിയുടെ വെയിറ്റ് mg എന്ന് നമ്മൾ എടുക്കുന്നു. mgയുടെ വാല്യൂ 63 ന്യൂട്ടൺ എന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് h r/2 എന്ന ഹൈറ്റിൽ ബോഡിയുടെ വെയിറ്റ് എത്ര? അപ്പോൾ mg' ആണ് കണ്ടുപിടിക്കേണ്ടത്. h r/2 ആകുമ്പോൾ നമ്മളിവിടെ എടുക്കുന്ന റിലേഷൻ g'/g
ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ എന്നതാണ്. ഈ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എം ജി ഡാഷ് ഡിവൈഡഡ് ബൈ എം ജി ഈസിക്കൽ ടു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ എന്ന് കിട്ടുന്നു. എച്ചിന്റെ വാല്യൂ ആർ ബൈ 2 എന്ന് കൊടുക്കാം. അപ്പോൾ എം ജി ഡാഷ് ഡിവൈഡ് ബൈ 63 ഈസിക്കൽ ടു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ ബൈ 2 ദി ഹോൾ സ്ക്വയർ എന്ന ഡിനോമിനേറ്ററിൽ കിട്ടുന്നു. ആർ പ്ലസ് ആർ ബൈ 2 3/2 ആർ ആണ്. അപ്പോൾ 3/2 ആർ ദി ഹോൾ സ്ക്വയർ എന്ന് കിട്ടുന്നു ഡിനോമിനേറ്ററിൽ. ഈ 3/2 ആറിന്റെ സ്ക്വയർ എടുത്തിട്ട് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ കിട്ടുന്നു എം ജി ഡാഷ് ഡിവൈഡ് ബൈ 63 ഈസിക്കൽ ടു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു 4/9. ആർ സ്ക്വയറുകൾ ക്യാൻസൽ ചെയ്യുന്നു. 63 റൈറ്റിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എം ജി ഡാഷ് ഈസിക്കൽ ടു 4/9 ഇൻറ്റു 63 എന്ന് കിട്ടുന്നു. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എം ജി ഡാഷിന്റെ വാല്യൂ കിട്ടുന്നു 28 ന്യൂട്ടൺ.